നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു ക്യൂട്ടി ഫറി ബേബി ഉണ്ടോ? ഡു യു ഓൾസോ ഹാവ് എ കിഡ് ഹു സഫേഴ്സ് ഫ്രം പെറ്റ് അലർജീസ്? Then this video will be helpful for you. Hello, I'm Dr. Karthik Raj. I am consultant pediatrician and neonatologist in PRS Hospital. Usually കുട്ടികൾ ഒ പിയിൽ വരുമ്പോൾ പേരൻസിൻ്റെ പ്രധാനമായ കംപ്ലൈൻറ്റ് പല അവസരങ്ങളിലും കുട്ടിയുടെ തുമ്മൽ മാറുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചുമയ്ക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് സ്നീസിങ് ഉണ്ട്, അല്ലെങ്കിൽ മൂക്കൊലിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. പല മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഇത് കുറയുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ളതാണ്. പലപ്പോഴും പ്രശ്നം വീട്ടിൽ തന്നെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കാറില്ല. ഈ മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്ന പോലെ എപ്പോഴും ആ കൾപ്രിറ്റ് നമ്മളൊരു ഹിസ്റ്ററി എടുക്കുമ്പോൾ വീട്ടിൽ തന്നെയാവും. അതൊരു പട്ടിയാകാം, ഒരു പൂച്ചയാവാം, അവർ വളർത്തുന്ന കിളികളാവാം. സോ ദിസ് ഇസ് മെയിൻലി പെറ്റ് അലർജി. പെറ്റ് അലർജി വളരെ വൈഡ് സ്പ്രെഡ് ആയ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എന്ത് തരം പെറ്റ്സ് ആണ് അലർജി ഉണ്ടാക്കുന്നത്? യൂഷ്വലി ഡോഗ്സ് ആണ്, കാറ്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പീജിയൻസ്, പറവകളൊക്കെ ആവാം. ഇവയെല്ലാം ഒരു പരിധിവരെ അലർജി ഉണ്ടാക്കുന്നവ തന്നെയാണ്. പുതിയ കണ്ടെത്തലുകളിൽ കാറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ അലർജി എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഡോഗ്സും ഒട്ടും പുറകിലല്ല. എങ്ങനെയാണ് ഈ അലർജി ഉണ്ടാവുന്നത്? നമ്മുടെ ഒരു സ്ഥിരം മിസ്കൺസെപ്ഷൻ ആണ് കൂടെയുള്ള പട്ടിയിൽ അലർജി കൂടുതൽ കാണും എന്നുള്ളത്. എന്നാൽ അത് അങ്ങനല്ല. ഇറ്റ് ഇസ് നോട്ട് ദ ഫർ ദാറ്റ് കോസസ് ദ അലർജി, ഇറ്റ് ഇസ് ദ ഡാൻഡർ. ഒരു പട്ടിയുടെ ദേഹത്തു നിന്നുള്ള സെക്രീഷൻ, സ്കിൻ സെക്രീഷൻ എന്ന് വരുന്നതാണ് ഡാൻഡർ. സ്കിൻ സെക്രീഷൻ എന്ന് വരാം, ഡെഡ് സ്കിൻ സെൽസ് എന്ന് വരാം, പട്ടി അല്ലെങ്കിൽ പൂച്ചയുടെ ദേഹത്തുള്ള സ്കിൻ ഫ്ലേക്സിൽ നിന്ന് വരാം, യൂറിന് വരാം. നിങ്ങളുടെ കുട്ടികളിൽ പെറ്റ് അലർജി ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? കുട്ടിക്ക് സ്ഥിരമായി ഉള്ള തുമ്മൽ, റണ്ണി നോസ്, കൺജസ്റ്റഡ് നോസ്, അല്ലെങ്കിൽ സ്കിൻ ഇച്ച് വരിക, സ്കിന്നിൽ ഹൈവ്സ് പോലെ വരിക, നിരന്തരമായ ചുമ, സംടൈംസ് അത് വീസിംഗിലേക്ക് പോവുക, ഒരു വിസ്ലിംഗ് സൗണ്ടോടുകൂടി കുട്ടി ബ്രീത്ത് ചെയ്യുക, ഇതെല്ലാം പെറ്റ് അലർജി കൊണ്ട് വരാവുന്ന ലക്ഷണങ്ങളാണ്. സ്ഥിരമായി പെറ്റ് ഡാൻഡർ അല്ലെങ്കിൽ അലർജൻ വരുന്ന ഒരു കുട്ടിയിൽ അതൊരു അക്യൂട്ട് പ്രസന്റേഷൻ ആണ്. പോകെ അതൊരു ക്രോണിക് ആയിട്ട് കുട്ടിയിൽ അത് എക്സ്പോസ്ഡ് ആകുമ്പോൾ അതൊരു ക്രോണിക് സ്റ്റേജിലോട്ട് പോകാം. അപ്പോൾ ആ സിംറ്റംസ് നിങ്ങൾ വെളിയിൽ പോയാലും പെറ്റിന്റെ പ്രസൻസ് ഇല്ലെങ്കിലും വരാം. നിങ്ങളിപ്പോൾ ഈ പെറ്റിനെ ഒരു 2 ആഴ്ച നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി, എന്നിട്ടും നിങ്ങളുടെ കുട്ടി തുമ്മുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പെറ്റിന്റെ ദേഹത്തു നിന്ന് വരുന്ന ഡാൻഡർ, ഫർ എല്ലാം നമ്മുടെ കേർട്ടൻസ് ആണെങ്കിലും നമ്മുടെ സോഫാസ്, ബെഡ്സിലെല്ലാം ഒരു 6 to 9 months വരെ കാണാൻ സാധ്യതയുണ്ട്. ഹൗ ക്യാൻ വി കോ എക്സിസ്റ്റ്? അതിലൊന്ന്, കുട്ടി പെറ്റിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകുക എന്നുള്ളതാണ്. പെറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വായിലേക്ക് കൈ ഇടാതിരിക്കുക. പെറ്റിന്റെ യൂട്ടൻസിൽസ് കുട്ടികൾ അധികം കൈകാര്യം ചെയ്യാതിരിക്കുക. ഈ പെറ്റ്സ് തന്നെ പെറ്റ് ടോയ്സ് കാണും, പെറ്റ് യൂസ് ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ കാണും. അതൊക്കെ വളരെ വൃത്തിയോടെയും കഴുകി മാത്രം സൂക്ഷിക്കുക. പെറ്റിന് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിനുള്ളിൽ വളർത്തുന്ന പെറ്റാണെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും കുളിപ്പിക്കുക എന്നുള്ളത് ഡാൻഡർ ഒഴിവാക്കാൻ ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കുന്നതാണ്. വീട്ടിലെ ജനലുകളെല്ലാം തുറന്നിടുക, നല്ല വെന്റിലേഷൻ വീട്ടിൽ ഉറപ്പുവരുത്തുക. പിന്നൊരു കാര്യം, കുട്ടികളുടെ സ്ഥിരം ഒരു ശീലമുണ്ട് കൈകൊണ്ട് പട്ടികൾക്ക് അല്ലെങ്കിൽ പൂച്ചകളെ ഫീഡ് ചെയ്യുക എന്നുള്ളത്. ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. സോ വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ്? നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കുട്ടിക്ക് പെറ്റ് അലർജിക്ക് കൊടുക്കാൻ പറ്റും? മെയിൻലി അലർജി കാരണം ഉണ്ടാകുന്ന സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻറ്റി ഹിസ്റ്റമിൻസ് ആയ മരുന്നുകൾ കൊടുക്കാം, സ്റ്റീം ഇൻഹലേഷൻസ് കൊടുക്കാം. വളരെ സിവിയറായ കേസുകളിൽ ഇമ്മ്യൂണോതെറാപ്പി മുതലായ ട്രീറ്റ്മെൻറ്റ്സും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. വീട്ടിലുള്ള ഈ ഒരു ഫറി ബേബീസിനെ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കാനല്ല പറയുന്നത്. വി ആർ ജസ്റ്റ് ടീച്ചിങ് യു ഹൗ ടു കോ എക്സിസ്റ്റ്. കുട്ടികൾ പെറ്റ്സുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ അവർക്കുണ്ട്. ലൈക്ക് ഡെവലപ്പിംഗ് എംപതി, ഡെവലപ്പിംഗ് റെസ്പോൺസിബിലിറ്റി, ഡെവലപ്പിംഗ് ദ സോഷ്യൽ സ്കിൽസ്, ഈവൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് വരെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്.